വി.ആർ. സുനിൽകുമാറിനെ തോൽപ്പിച്ചത് സ്വന്തം തട്ടക. മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ, ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള ശരിയായ മാർഗം. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പുല്ലൂറ്റ്, ലോകമലേശ്വരം, മേത്തല വില്ലേജുകളാണ് സുനിൽകുമാറിനെ പരാജയപ്പെടുത്താൻ നിർണായകമായതെന്ന് പറയാം. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നിന്ന് കഴിഞ്ഞ തവണ സുനിൽകുമാറിന് ലഭിച്ചത് 12,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം. ഇത്തവണ ലഭിച്ചതാകട്ടെ 4,578 വോട്ട് മാത്രം. കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ നഗരസഭയിൽ LDFിന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണയാകട്ടെ LDFിന് മികച്ച ഭൂരിപക്ഷം ഉണ്ട് താനും. സുനിൽകുമാറിന്റെ സ്വന്തം തട്ടകമായ പുല്ലൂറ്റ് വില്ലേജിൽ നിന്ന് ലഭിച്ചതാകട്ടെ 898 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രം. പുല്ലൂറ്റ് വില്ലേജിലെ 98, 105, 109 ബൂത്തുകളിൽ UDF സ്ഥാനാർത്ഥി OJ ജനീഷ് ഒന്നാം സ്ഥാനത്തെത്തിയതും കൗതുകതരമാണ്. CPIയുടെ ശക്തി കേന്ദ്രമായ പുല്ലൂറ്റ് വില്ലേജിലെ പാർട്ടി വോട്ടുകൾ UDFിലേക്ക് പോയതായാണ് കണക്കുകൾ പറയുന്നത്. ലോകമലേശ്വരം വില്ലേജിൽ 97-ാം നമ്പർ ബൂത്തിൽ വി.ആർ. സുനിൽകുമാർ മൂന്നാം സ്ഥാനത്തെത്തിയതും ശ്രദ്ധേയമാണ്. ലോകമലേശ്വരത്ത് 90, 97 നമ്പർ ബൂത്തുകളിൽ 200-ൽ താഴെ മാത്രം വോട്ടുകൾ സമാഹരിക്കാനേ സുനിൽകുമാറിനായുള്ളൂ. ലോകമലേശ്വരം വില്ലേജിൽ സുനിൽകുമാറിന് ലഭിച്ച ഭൂരിപക്ഷമാകട്ടെ 897 വോട്ടുകൾ മാത്രം. മേത്തല വില്ലേജിലാകട്ടെ 117, 136, 140, 142 ബൂത്തുകളിൽ OJ ജനീഷ് സുനിൽകുമാറിനേക്കാൾ വോട്ടുകൾ നേടുകയും ചെയ്തു. 2,783 വോട്ടുകളാണ് മേത്തല വില്ലേജിൽ നിന്ന് ഭൂരിപക്ഷം ലഭിച്ചത്. കൊടുങ്ങല്ലൂർ നഗരസഭാ പരിധിയിൽ നിന്ന് ലഭിച്ചത് 4,578 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രം. കഴിഞ്ഞ തവണ 12,000-ൽ പരം വോട്ടുകൾ ഭൂരിപക്ഷം നൽകിയ നഗരസഭയിലാണ് അടിയൊഴുക്കുണ്ടായത്. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം നഗരസഭയിൽ നിലനിർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ വി.ആർ. സുനിൽകുമാർ ജയിക്കുമായിരുന്നു. നഗരസഭ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ LDF ഭരിക്കുമ്പോഴാണ് വലിയ തോതിൽ LDFിന്റെ ഭൂരിപക്ഷത്തിൽ വിള്ളലുണ്ടായതെന്നതും ശ്രദ്ധേയമാണ്.